ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കെറ്റിൽ ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് ഒരു റൈസ് കൊണ്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങാപ്പാലിലുണ്ടാക്കിയ ഒരു പുലാവാണ്. അതിൻ്റെ പേരാണ് കോക്കനട്ട് ക്രീം ബർമീസ് ചിക്കൻ പുലാവ്. എല്ലാവരും കാണുക, കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. 2 ഗ്ലാസ് ബിരിയാണി അരി 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത് ഈ ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തത്. ഇനി ഒരു തേങ്ങ ഫുള്ള് വേണം, അത് തേങ്ങാപ്പാലിന് വേണ്ടി ആണ്. ഏലക്ക പൗഡർ 1/4 സ്പൂണ്, ഗീ ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, കറിവേപ്പില, സർവ്വസുഗന്ധി ഇല. ഈ സർവ്വസുഗന്ധി ഇലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ സ്പൈസസിൻ്റെയും കൂടിയുള്ള ഒരു മണമാണ് ഈ ഇലയ്ക്ക്. ഇത് ബിരിയാണീൻ്റെ ഇട്ടാൽ നല്ല സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ ഏറ്റവും നല്ലതാണ്. ഇനി മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. പെരുംജീരകം 2 സ്പൂണ്, കശുകശു 1.5 സ്പൂണ്, ചെറിയ പീസ് വയണയില, പട്ട ചെറിയ പീസ്, ഗ്രാമ്പു 2, തക്കോലം 2. ഇനി പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വറുത്ത മല്ലിപ്പൊടിയല്ല, ഇത് പച്ച മല്ലിപ്പൊടിയാണ്, അത് 3 സ്പൂണ്, ജീരകം 1/4 സ്പൂണ്, കുരുമുളക് 1/4 സ്പൂണ്. പിന്നെ നമുക്ക് ഒരു തക്കാളി വേണം, നാരങ്ങ ഒരെണ്ണം, അത് ജ്യൂസ് എടുക്കാൻ വേണ്ടിയാണ്. പച്ചമുളക് 20 പച്ചമുളകാണ്, പക്ഷേ അത് എരിവുള്ള മുളകല്ല. അപ്പോൾ എരിവുള്ളതാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. നമ്മൾ അതിന് ശേഷം 1 ഇഞ്ചി വേണം, 10 വെളുത്തുള്ളി 3 സവാള. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും നമ്മുടെ മസാലയും കൂടി ഒരുമിച്ച് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. ചിക്കൻ 1 കിലോ ഉപ്പും മഞ്ഞളും കൂടി ചേർത്തിളക്കിയത്. പിന്നെ നമുക്ക് മല്ലിയിലയും പുതിനയിലയും വേണം. ഇതെല്ലാം എൻ്റെ ഗാർഡനിൽ ഉണ്ടായതാണ്. ജിഞ്ചർ, ഗാർലിക്ക്, പച്ചമുളക്, പിന്നെ മസാല എല്ലാം കൂടി അരച്ച പേസ്റ്റ്, ലെമൺ ജ്യൂസ്, എല്ലാം അരിഞ്ഞും വെച്ചു. ഇത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് പിഴിഞ്ഞ് വയ്ക്കുക. എണ്ണ ഒഴിക്കുക, കുറച്ച് നെയ്യും ഒഴിച്ചിട്ട് നമ്മൾ സവാള ഇടുക. സവാളയും പച്ചമുളകും ഉപ്പും ചേർക്കും. ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം യൂസ് ചെയ്യാറില്ലെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഞാൻ 3 കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാത്രം ഇത് നല്ലതാണ്. നോൺ സ്റ്റിക്ക് പാത്രം ഇതിന് എനിക്ക് തോന്നുന്നു 1500 എബോ വരും, അല്ലെങ്കിൽ ആ റേറ്റാണ്. ഇത് കുറേ നാളായി മേടിച്ചിട്ട്. അപ്പോൾ ഇത് ഒറ്റ പാത്രത്തിൽ വെച്ച് തന്നെ നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ വിരുന്നുകാരൊക്കെ വരുന്നത് നല്ലത് എപ്പോഴും ഉരുളിക്കകത്ത് വെച്ചുണ്ടാക്കുന്നതാണ്. നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് നമ്മുടെ സർവ്വസുഗന്ധി എല്ലാം കൂടി ഇടുക. സർവ്വസുഗന്ധിയെല്ലാം നല്ല മണവും നമ്മുടെ പുലാവിനൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. എന്താ ശരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മുടെ ചിക്കൻ ഇടാം. ചിക്കൻ ഞാൻ മഞ്ഞൾ പുരട്ടി വെച്ചേക്കുവായിരുന്നു. മഞ്ഞൾ ഇച്ചിരി ഉപ്പും കൂടി പുരട്ടി വെച്ചേക്കുക. മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി 2, ഏകദേശം 3 സ്പൂണുണ്ട്. മല്ലിപ്പൊടിയാണ് വേണ്ടത്. കുരുമുളക് 1/4 ടീസ്പൂൺ, പിന്നെ ജീരകം, ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില ഒരുമാതിരി മസാല എല്ലാം പിടിച്ചല്ലോ. നമുക്കപ്പം 3-ാമത്തെ പാല് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കണം. നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ അരി കഴുകിയിട്ട് അരിപ്പയിലാക്കി വെച്ചേക്കുവാണ്. അത് നമുക്ക് ഈ കുറുകി വരുന്നതിനകത്തോട്ട് നമുക്ക് ഇടാം. ഇട്ടിട്ട് നമ്മുടെ നാരങ്ങ വെള്ളം ഒഴിക്കുക. കുറച്ച് നമ്മുടെ ഏലക്ക പൗഡർ കുറച്ച് മതി. നല്ലതായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് 2 നാഴി അരിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ 2-ാമത്തെ പാല് നോക്കാം.
3.5 ഉണ്ടായിരുന്നു. നമുക്ക് 3.5 ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് അതിനകത്ത് പാല് വേറെ വെള്ളം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മതി. ഇതിൽ നമുക്ക് അരി വേവിച്ച് ചോറ് എടുക്കാം. കുറുകി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് 1-ാം പാല് ചേർക്കാം. 1-ാം പാല് നമുക്ക് ചേർക്കാം. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇളക്കി കൊടുക്കുക നല്ലതായിട്ട്. ഇളക്കിയതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി അടച്ച് വയ്ക്കാം. ഇനി തീ കുറച്ചിടുക. തീ കുറച്ചിട്ടിട്ട് വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അവിടെ നിന്ന് വറ്റുക. ഇനി വറ്റിയാൽ മാത്രം മതിയേ. അപ്പോൾ നമ്മുടെ പുലാവ് റെഡിയായി. ഇതാണ് കോക്കനട്ട് ക്രീം ബർമീസ് ചിക്കൻ പുലാവ്. അതിൻ്റെ കൂടെ നമുക്ക് പപ്പടം, സലാഡ്, ഒരു ലെമൺ പിക്കിള് എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. കോക്കനട്ടിൻ്റെ പാൽ അളവ് കൊണ്ട് കുറച്ച് ക്രീമി ആയിട്ട് തന്നെ ഇരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇന്ന് ഉപ്പുകല്ലിനെ പറ്റിയാണ് ടിപ്സ് പറയുന്നത്. ഉപ്പ് പൊടിയേക്കാൾ നല്ലത് ഉപ്പുകല്ലാണ്. അതിലെ മായമില്ല കേട്ടോ. അതുപോലെ തന്നെ ഉപ്പ് നല്ലപോലെ കഴുകി തെളിഞ്ഞ വെള്ളമാകുന്നവരെ കഴുകിയെടുക്കണം. പണ്ടൊക്കെ എൻ്റെ മുത്തശ്ശിയും അമ്മയും ഇതുപോലുള്ള ഭരണിയിലിട്ടായിരുന്നു വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത്. ഭരണി ഇല്ലാത്തവർ കുപ്പിയിൽ ഒഴിച്ച് വെച്ചാൽ മതി. ഇതുപോലെ നല്ല പോലെ എന്നിട്ട് ഇളക്കുകയും ചെയ്യണം. കുറച്ച് നല്ല പഴയ ശീലങ്ങൾ കൊണ്ടുവരാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ.